സിറിയയിൽ വിമത സർക്കാർ അധികാരത്തിലേൽക്കാൻ അനുവദിക്കില്ലെന്നുറപ്പിച്ച് മുന്നേറുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും സംഘവും. സിറിയൻ അതിർത്തിയിലെ ഗോലൻ കുന്നുകളുടെ നിയന്ത്രണവും ഇസ്രായേൽ ഏറ്റെടുത്തു. സൈനിക രഹിത ബഫർ സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള ഗോലൻ കുന്നുകൾ ഏരിയ ഓഫ് സെപ്പറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെ പ്രദേശത്തേക്ക് ഇസ്രായേൽ സൈനികർ കടന്നു കയറി. തൊട്ടു പിന്നാലെയാണ് സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളും ആയുധശാലകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആക്രമണം കടുപ്പിക്കുകയാണെന്നും സിറിയയിലെ തീവ്രവാദ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. സിറിയൻ സൈന്യത്തിൻ്റെ ആയുധങ്ങൾ ഭീകരരുടെ കയ്യിൽ എത്താതിരിക്കാനാണ് തങ്ങളുടെ കടന്നുകയറ്റമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മിസൈൽ, മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഇസ്രായേൽ സൈന്യം നശിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കി കഴിഞ്ഞു. രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടെ നിയമവാഴ്ച സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും നിലവിലെ ഭരണഘടന 3 മാസത്തേക്ക് മരവിപ്പിച്ചതായും സിറിയൻ ഇടക്കാല സർക്കാർ വ്യക്തമാക്കുന്നു. വിമത സർക്കാർ അംഗങ്ങളും മുൻ സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ മാസം 17-ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭരണഘടനയിൽ പുതിയ ഭേദഗതികൾ കൊണ്ടുവരാൻ നീതിന്യായ മനുഷ്യാവകാശ സമിതികൾ രൂപീകരിക്കുമെന്നും സർക്കാർ വക്താവ് ഉബൈദ് അർനൌത്ത് പറഞ്ഞു. അധികാര കൈമാറ്റത്തിനായി സമാന്തര സർക്കാരിൻ്റെ മന്ത്രിമാരുടെയും അസദ് ഭരണകൂടത്തിലെ മന്ത്രിമാരുടെ യോഗം നടത്തും. 3 മാസം കൊണ്ട് അധികാര കൈമാറ്റം പൂർത്തിയാക്കും. രാജ്യത്തിൻ്റെ മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യവും വൈവിധ്യവും നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ ഭരണകാലത്ത് അദ്ദേഹവുമായി സഹകരിച്ചിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിനും അവരെ രാജ്യത്തെത്തിച്ച് സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്ക് മറുപടി പറയാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി അമേരിക്കയുടെ സഹായം ആവശ്യപ്പെടുമെന്നും പറയുന്നുണ്ട്. എന്നാൽ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കുന്നു. സിറിയയ്ക്ക് നേരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളും നിർത്തണമെന്ന് അന്റോണിയോ ഗുട്ടറസിന് വേണ്ടി വക്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 1.1 മില്യൺ ആളുകൾക്ക് സിറിയയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നുവെന്നും UN വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും കൂടുതൽ പലായനം ചെയ്യേണ്ടി വന്നതെന്നും UN വ്യക്തമാക്കി. UN കണക്കുകൾ പ്രകാരം അലപ്പോയിൽ നിന്ന് 6,40,000 പേർക്കും, ഇദ്ലിബിൽ നിന്ന് 3,34,000 പേർക്കും, ഹാമയിൽ നിന്ന് 1,36,000 പേർക്കും പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് UN പറയുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ സിറിയ ആക്രമണത്തെ പിന്തുണച്ച് US രംഗത്തെത്തിയിട്ടുണ്ട്. ഭീഷണികൾ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സലിവൻ പറഞ്ഞു. നിലവിൽ സിറിയൻ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്.